പൂന്തോട്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. നേരത്തെ അതിനെക്കുറിച്ച് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. യുകെയിൽ എന്തുകൊണ്ടാണ് ഇത്രയും പൂന്തോട്ടങ്ങൾ എന്ന് പറഞ്ഞത്. നിറയെ ഗാർഡൻസ് ആണ് ഈ ലണ്ടൻ തെരുവുകൾ കൂടെയൊക്കെ. അപ്പോൾ അതിനൊക്കെ അത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ രീതിയിലുള്ള നല്ല രീതിയിലുള്ള വരുമാനം യുകെ തന്നെ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ ഇല്ലാത്തതാണ്. അപ്പോൾ യുകെയിൽ ഇതേപോലെ തന്നെ ബെനിഫിറ്റ്സ് തങ്ങളുടെ പൗരന്മാർക്ക് കൊടുക്കണം എന്നുള്ള വലിയൊരു സാമ്പത്തിക ബാധ്യത യുകെ കാത്തിരിക്കുന്നുണ്ട്. 2026 തൊട്ട് ILR കൊടുക്കുകയാണെങ്കിൽ അത്രയും ആൾക്കാർ ബെനിഫിറ്റ്സ് കൊടുക്കണം. ഇതിനിടയ്ക്ക് കുറേ പേര് ILR ലഭിക്കാത്ത യുകെയിൽ സാധാരണ എനിക്കറിയാവുന്ന നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെ പലരും ബെനിഫിറ്റ്സ് ഒക്കെ അവൈൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ചൈൽഡ് ബെനിഫിറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ഗവൺമെൻറ്റിന് ശരിക്കും അവരെ പറ്റിക്കുന്ന രീതിയിലാണ്. പിന്നീട് ഇവർക്ക് ILR അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത്തരം ബെനിഫിറ്റ്സുകൾ ഇവർ അവൈൽ ചെയ്തു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ILR നിരസിക്കാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വരാൻ പോകുന്ന ഒരു സാമ്പത്തിക ബാധ്യതയും ഇതേപോലെ ILR അവർക്ക് കൊടുക്കാതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ്. അത് സത്യമായിരിക്കാം, അല്ലായിരിക്കാം. പക്ഷേ എൻ്റെ ബോധ്യത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഞാനൊരു ഇമിഗ്രേഷൻ സോളിസിറ്ററോ മറ്റോ ഒന്നുമല്ല. എൻ്റെ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ.